ഹലോ ഗൈസ്, NH47 വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ചെറിയ ഒരു വീഡിയോ ആയിട്ടാണ്. അതായത് ചെറിയൊരു വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളെ ഹാം റേഡിയോ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ്. കുറച്ച് നാളുകൾക്ക് മുമ്പായിട്ട് നമുക്കൊരു HF സെറ്റ് അറേഞ്ച് ചെയ്ത് തരാനായിട്ട് ഒരു ക്ലബ്ബ് വരികയുണ്ടായി. അപ്പം RIR.com എന്നാണ് ആ ഒരു ക്ലബിൻ്റെ പേര്. അപ്പോൾ അവർക്ക് നമ്മൾ ഒരു ചെറിയ പേയ്മെൻറ്റ് ചെയ്യുകയും അതുകൊണ്ട് നമുക്കൊരു HF സെറ്റ് അവർ സെറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് HFൽ വലിയ ആക്റ്റീവോ കാര്യങ്ങളൊന്നും അല്ല. അപ്പം VHFലാണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ HF സെറ്റ് എന്താണെന്നും അതിൻ്റെ എങ്ങനെയൊക്കെയാണെന്നുള്ള അറിയാൻ വേണ്ടി ഞാൻ HF സെറ്റ് ഓർഡർ ചെയ്തു. അപ്പം ഏകദേശം ഒരു 6 മാസം എടുത്തിരുന്നു നമുക്കിത് HF സെറ്റ് നമ്മളെ കയ്യിലോട്ട് എത്താനായിട്ട്. അപ്പോൾ ഇന്ന് എൻ്റെ കൊറിയർ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വൈകുന്നേരം പോയി എടുക്കണം. അതിനുശേഷം നമുക്ക് ചെറിയൊരു വീഡിയോ ആയിട്ട് തുടങ്ങാം, എങ്ങനെയൊക്കെയാണെന്നും അത് അൺബോക്സ് ചെയ്ത് എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ, പിന്നെ അതിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ എങ്ങനെയൊക്കെ സെറ്റിങ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പം ഒരിക്കൽ കൂടി NH47 വ്ളോഗ്സിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മളെ HF സെറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ ഒരു 2-3 മാസം മുമ്പ് ഓർഡർ ചെയ്തതായിരുന്നു ഈ HF സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബാംഗ്ലൂരുള്ള ഒരു ക്ലബ്ബാണ് നമുക്കത് നിർമ്മിച്ച് നൽകിയത്. ഏകദേശം 6000 രൂപ, 5000 ആയിരുന്നു പറഞ്ഞത്. പിന്നെ കമ്പൗണ്ട്സിൻ്റെ കുറച്ച് പാർട്സിൻ്റെ ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് ഒരു 1000 രൂപ പിന്നെ എക്സ്ട്രാ കൂട്ടിയിട്ട്, അപ്പോൾ 6000 രൂപ എടുത്താണ് ഞാനിത് വാങ്ങിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഞാൻ ഓൾറെഡി ഇതിൻ്റെ കവറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പീൽ ചെയ്തായിരുന്നു. അപ്പം നമുക്ക് തുറക്കാനുള്ളൊരു എളുപ്പത്തിനായിരുന്നു ഞാൻ അങ്ങനെ ചെയ്തിരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ തുറക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ജസ്റ്റ് ഒരു കവറാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നല്ല പാക്കിംഗ് ഒക്കെ അത്യാവശ്യം നല്ല പാക്കിംഗ് ആയിരുന്നു ചെയ്തിരുന്നത്. കാര്യം കിഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പൊട്ടാതിരിക്കാനുള്ള കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കോഴ്സേന് ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ റേഡിയോ ഇത് നല്ല പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. സൈഡിൽ ഒരു ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു ബോക്സ് ഉണ്ട്, ചെറിയൊരു ഫ്ലിപ്കാർട്ടിൻ്റെ ബോക്സ്. എനിക്ക് തോന്നുന്നു PTT ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇതിനകത്ത് പുറത്തോട്ട് എടുക്കാം. വേറെ കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല, ജസ്റ്റ് പേപ്പേഴ്സ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഈ ബോക്സ് അങ്ങോട്ട് മാറ്റിയില്ല. അപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് പാക്ക് ചെയ്ത് വന്നിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളെ ഒരു HF സെറ്റിൻ്റെ ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ഇതിൻ്റെ ഒരു മോഡലും കാര്യങ്ങളൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് 5 വാട്ടാണ് വരുന്നത്. അതടങ്ങനെ 3 ബാൻഡുണ്ട്. അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. 20, 40, 80 ഈ 3 ബാൻഡുമാണ് ഉള്ളത്. പിന്നെ ഒരു TXൻ്റെയും RXൻ്റെയും ഒരു ഐക്കൺ, ഒരു LED ബൾബ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ പവർ ഓൺ ഓഫ്, ഇത് ഒരു സ്വിച്ച് കൂടെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ബാൻഡ് സെലക്ട് ചെയ്യാനുള്ളതായിരിക്കും. പിന്നെ നമുക്ക് PTT കണക്ട് ചെയ്യാനുള്ള സംഭവമുണ്ട്, PTT മൈക്ക് കണക്ട് ചെയ്യാനായിട്ട്. പിന്നെ ഇത് അവരുടെ ഒരു ലോഗോ ആണ്, ഹാം റേഡിയോ സർവീസ് RIR.com രാജപാളയം എന്ന് പറയുന്ന ഒരു ക്ലബിൻ്റെ ഒരു ലോഗോയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ഇത് SW2 എന്നും പറഞ്ഞ് എനിക്ക് തോന്നുന്നത് ഹെഡ്ഫോൺ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ ഇതാണ് നമ്മൾ ട്യൂൺ ചെയ്യുന്ന മറ്റേ ട്യൂണർ സ്വിച്ച് വരുന്നത്, അതിൻ്റെ ട്യൂണർ വരുന്ന ഇതാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് വോളിയം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വിച്ചാണിത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ഒരു ലുക്ക് വരുന്നത്. അപ്പോൾ ഇത് നമുക്കിത് ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ എൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ഫീമെയിൽ കണക്ടർ വരുന്നുണ്ട്. പിന്നെ 2 പോസിറ്റീവ് നെഗറ്റീവ് പവർ കൊടുക്കാനായിട്ടുള്ള ഒരു സോക്കറ്റ് അവിടെ വരുന്നുണ്ട്. പിന്നെ ഇത് വന്നേക്കുന്നത് സ്പീക്കറാണ്. അപ്പം PTT ഒന്നും വലിയ നമുക്ക് ഈ പറയുന്ന പോലെ വലിയ ക്വാളിറ്റി ഒന്നും ഉള്ളതല്ല, 3D പ്രിൻ്റർ വെച്ചിട്ട് പ്രിൻ്റ് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അതിൻ്റെ മൈക്കും PTT സ്വിച്ചുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിത് പവർ കണക്ട് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ സെറ്റ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്, പവറോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു DC ബാറ്ററിയിലാണ് കൊടുത്തിരിക്കുന്നത്, ബാറ്ററി ഡയറക്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നേരെ ആ ബനാന ക്ലിപ്പിനകത്ത് കൊണ്ടുവന്നു പോസിറ്റീവ് നെഗറ്റീവ് കൊടുത്തു. പിന്നെ അതുപോലെ നമ്മുടെ ആൻറ്റീന കണക്ഷനും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ഓൺ ചെയ്ത് നോക്കാം, എങ്ങനെ വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് സെറ്റിങ്ങുകളും കാര്യങ്ങളും നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. സെറ്റ് ഓൺ ആയപ്പോൾ തന്നെ അതിനകത്ത് ഒരു 2 LED വരുന്നുണ്ട്, RXൻ്റെയും TXൻ്റെയും ഉണ്ട്. പിന്നെ അതുപോലെ 40 മീറ്ററിൻ്റെ ഒരു LED ബ്ലിങ്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കോൾ സൈൻ എഴുതിയിട്ടുണ്ട്, LSB, പിന്നെ VF എത്ര ഫ്രീക്വൻസിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ട്യൂൺ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. PTT ഞാൻ കണക്ട് ചെയ്തിട്ടില്ല, 90യുടെ SWR കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അതുകൊണ്ട് PTT ഞാൻ കണക്ട് ചെയ്യുന്നില്ല. നമുക്ക് ജസ്റ്റ് റിസപ്ഷൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ വോളിയം കുറച്ചും കൂടെ വയ്ക്കാം. അതിപ്പോൾ വോളിയം ഫുള്ളാണ് നിൽക്കുന്നത്.
നെറ്റ് ചെക്കിങ് നടക്കുന്നുണ്ട് അപ്പോൾ ഒരു സ്റ്റേഷനിൽ ഒരു ഫ്രീക്വൻസിയിൽ 7070 എന്ന് പറഞ്ഞ ഫ്രീക്വൻസിയിലാണ് നെറ്റ് ചെക്കിങ് നടക്കുന്നത്. ഇനി അടുത്ത വേറെ ഏതെങ്കിലും QoS നടക്കുന്നുള്ളൂ, പക്ഷേ എനിക്ക് റിസീവ് ആവുന്നില്ല. ഇപ്പോൾ ആൻറ്റിനയുടെ സെറ്റപ്പ് ഞാൻ കാണിച്ചാൽ അവരെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ക്ലിയറായി. ഒരു 500 1500 അല്ലെങ്കിൽ 2000 1000 1500 പോകുന്നില്ലെങ്കിൽ 2000 ആയാലും മതി. 500 1000 ആണെങ്കിലും ചിലപ്പോൾ കാര്യങ്ങൾ പരിഹരിക്കും. സ്പേസ് വേണം, അല്ലെങ്കിൽ കൂടുതൽ പവറിൽ പോയാൽ ആർച്ച് ചെയ്യും അവർ. അതുകൂടെ ഇപ്പോഴാണ് നമുക്ക് ലിമിറ്റ് ഉള്ളത്. ഇത് ബാക്കിലോട്ട് പോയി നമുക്ക് ആ QoS നെറ്റ് ചെക്കിങ് എല്ലാം കഴിഞ്ഞിരുന്നു. അപ്പോൾ ഓവറോൾ സെറ്റിൻ്റെ ഒരു ലുക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. പിന്നെ അതായത് ഈ ഒരു സ്വിച്ച് എന്ന് പറയുന്നത് USB LSB എന്നുള്ള ചേഞ്ച് ചെയ്യാനാണ്. പിന്നെ ഈ ബട്ടൺ വന്നിട്ട് നമുക്ക് ബാൻഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ 40 മീറ്ററിലാണ് കിടക്കുന്നത്. 80 മീറ്റർ, 40 മീറ്റർ, 20 മീറ്റർ, അങ്ങനെ 3 ബാൻഡ്. ഞാൻ ഇപ്പോൾ കോമൺ ആയിട്ട് 40 മീറ്ററിലാണ് ഇട്ടേക്കുന്നത്. പിന്നെ VHF-നകത്തുള്ള പരിപാടികളൊക്കെ ഉള്ളായിരുന്നുള്ളൂ. ഇപ്പോൾ HF-ലോട്ട് പതുക്കെ കയറിയിരിക്കുകയാണ്. അപ്പം ഇതിപ്പോൾ 5 വാട്ടേ ഉള്ളൂ. ഒരു QR പെൺ നമ്മൾ ജസ്റ്റ് ഒന്ന് ലിസൺ ചെയ്യാൻ, അത്യാവശ്യം ലോക്കൽ ആയിട്ടുള്ള QoS കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെയാണ് ഞാൻ ഇപ്പോൾ ഈ സെറ്റ് വാങ്ങിയത്. ഇപ്പോൾ വലിയ പൈസയൊന്നുമല്ല, ഒരു 6000 രൂപയ്ക്കകത്ത് വരുന്ന ഒരു സെറ്റാണിത്. അപ്പോൾ ഹോം ബ്രൂ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റേതായ പോരായ്മകളൊക്കെ നമുക്ക് ഇതിനകത്ത് കണ്ടെന്നിരിക്കും. അപ്പം ജസ്റ്റ് എന്താണ് നമുക്ക് സാധാരണ ഞാൻ ഈ ഒരു VHF-ൻ്റെ സെറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പം HF-ൽ ഒരുപാട് നാളായി ഒരാഗ്രഹമുണ്ട് ഇറങ്ങാൻ, അങ്ങനെ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് നോക്കിയെന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആൻറ്റിന സെറ്റപ്പും എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പം ഞാൻ തന്നെ സെറ്റ് ചെയ്താണ് ആൻറ്റിന. ജസ്റ്റ് 2-3 പേരെടുത്ത് നമുക്ക് ഒരു കാൽക്കുലേഷൻസ് ഒക്കെ ചോദിച്ചിട്ട് QoS നടന്നുകൊണ്ടിരിക്കുകയാണ്. QoS നടക്കുന്നുണ്ട്. നെറ്റൊക്കെ തീർന്നു കേട്ടോ ഇതിനകത്തുള്ള നെറ്റ്. പിന്നെ അതാണെങ്കിൽ ഈ സെൻറ്റർ ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിക്കുകയെന്നുണ്ടെങ്കിൽ ഒരു ചാനലിൽ കയറുന്നുണ്ടാവും, ചാനലിൽ മാറിയിട്ടുണ്ടാവും. അവിടെ ഡീഫോൾട്ടായിട്ട് തന്നെ നമുക്ക് 1 2 3 4 5 ഓരോ സ്റ്റേഷൻസ്, ഓരോ ഫ്രീക്വൻസീസ് സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നെറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വോളിയം കുറച്ച് ഡൗൺ ആകുമോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. എത്രയോ വോളിയം ഉള്ളോ എന്നുള്ളത് അറിയാം. ആരെങ്കിലും വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. പിന്നെ ജസ്റ്റ് 1 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ VFI-ലോട്ട് വീഴും. പിന്നെ ഈ 1 kHz എന്ത് ചെയ്തിരിക്കുന്നത്, നമുക്ക് ഇതിനകത്ത് 1 പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അത് 100 ആവും. അപ്പോൾ 100 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഹെഡ്സിൻ്റെ അവിടുത്തെ ഈ ഒരു ഇത് മാറുന്നുണ്ട്, ഫ്രീക്വൻസി മാറുന്നുണ്ട്. പിന്നെ 550 ആകുമ്പോഴത്തേക്കും 50 വെച്ച് പിന്നെ ചേഞ്ച് ചെയ്ത് തുടങ്ങും. 10 ആകുമ്പോഴത്തേക്കും 10 വെച്ചിട്ട് പിന്നെ 1 MHz ആകുമ്പോഴത്തേക്ക് നമ്മൾ 7000 തുടങ്ങുന്നു, അത് മാറും. 100 വരുമ്പോഴത്തേക്കും 30 അങ്ങനെ ചേഞ്ചസ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ സെറ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോഴത്തേക്ക്. ഇനി ഞാൻ ആൻറ്റിനെയും കൂടെ കാണിച്ചു തരാം, എങ്ങനെയാണ് ഞാൻ ആൻറ്റിനെ കിട്ടിയത് 40 മീറ്ററിൻ്റെ. മീൻസ് അപ്പോൾ നമ്മൾ ആൻറ്റിനയുടെ സെറ്റപ്പ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ടെമ്പററി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ടെമ്പററി ആയിട്ട് ഇത് 1 സ്കോറിൻ്റെ വയറാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളെ വീട്ടിലെ വയറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന 1 സ്കോറിൻ്റെ വയർ. ജസ്റ്റ് എൻ്റെ നമ്മളാ ഒരു ആൻറ്റിന മീറ്റർ എൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അതിൽ നോക്കിയിട്ട് കറക്റ്റ് അളവെടുത്തു, ജോയിൻ്റ് ഇവിടെ വെച്ച് മടക്കി ഒരു PVC റിങ്ങിനകത്തിട്ട് ടെമ്പററി ആയിട്ടൊരു മുളയുടെ ഒരു ഇതുണ്ടായിരുന്നു, അത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സൈഡിലോ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെയോ പെർമനൻ്റ് ആയിട്ട് അത് സെറ്റ് ചെയ്യണം.
അപ്പം ഇങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് കൊടുത്തിരിക്കുന്ന ആൻറ്റിന. ഇവിടുന്ന് വന്നിട്ട് പിന്നെ അതിൻ്റെ ജോയിൻറ്റും കണക്ടറും ഒക്കെ വരുന്ന ഇവിടാണ്. അപ്പോൾ ഞാൻ ഡയറക്റ്റ് നമ്മൾ ഈ RG58 എന്ന് പറയുന്ന കേബിളിനകത്ത് ഡയറക്റ്റ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡയറക്റ്റ് തന്നെ ഒരു ക്ലിപ്പ് ഇട്ടിട്ട് ഒരു ഹോളിട്ട് അതിനകത്ത് നമ്മൾ നെറ്റും ബോൾട്ടും ഇട്ട് ടൈറ്റ് ചെയ്തിരിക്കണം. മറ്റേ ആൻറ്റിൻ്റെ കോപ്പർ ക്ലിപ്പ് വാങ്ങിച്ചിട്ട് ഇപ്പം ഈ RG58-നകത്തും പിന്നെ അതുപോലെ തന്നെ വയറിനകത്തും ഈ കോപ്പർ ക്ലിപ്പ് ഇട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ 190 പോയിരിക്കുന്നത് ഇതോ അപ്പുറത്ത് ഒരു സ്റ്റൂൾ ഇരിക്കുന്നുണ്ടോ, ആ സ്റ്റൂളിൻ്റെ മുകളിലാണ് ഈ ഉറപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം ഇതിനകത്താണ് നമ്മളിന്ന് രാവിലെ ഇടയ്ക്ക് ദിവസവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു സെറ്റപ്പിലാണ്. ഇതിനകത്ത് ഇനി ബലൂണും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാമെന്ന് പറയുന്നു. അത് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അത്രയും കൊണ്ട് വശമില്ല HFൻ്റെ കാര്യങ്ങൾ. അപ്പം ഒരു ബിഗിനറാണ്, അപ്പം അതിൻ്റേതായ പോരായ്മകൾ കാണും. അതൊക്കെ ഇനിയിപ്പം നോക്കിയെടുക്കണം എങ്ങനെയൊക്കെ എന്നുള്ളത്. അപ്പം ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 10 മീറ്റർ അടുപ്പിച്ചുണ്ട്. ഹൊറിസോണ്ടലായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അവിടെയും ഒന്ന് എൻ്റെ വീടിൻ്റെ മേളിൽ ഒന്ന് അപ്പുറത്തെ വീടിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഹൊറിസോണ്ടലായി പൊളടിച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി എന്നെ ഹൈറ്റ് കൂട്ടണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം കുറച്ചും കൂടെ ഹൈറ്റ് വെച്ചിട്ട് ഇതിപ്പോൾ ഓൾറെഡി 2 നില സെക്കൻഡ് ഫ്ലോറിൻ്റെ മുകളിലാണ് വീടിൻ്റെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന്. പക്ഷേ നമ്മുടെ പാരപ്പറ്റുമായിട്ട് ഈ ഒരു ലെങ്തേ വരുന്നുള്ളൂ. ഇനിയിപ്പം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഹൈറ്റ് കൂട്ടണമെന്ന് തോന്നുന്നു. എങ്ങനെയാണ് ഒരു സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് അത്യാവശ്യം സ്റ്റേഷൻസൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ സെറ്റിൻ്റെ പവർ കുറവാണോ ഇനി വേറെ എന്തെങ്കിലും SWR ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. കാര്യം SWR ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആ മീറ്റർ ഇല്ല. അത് നമ്മുടെ സുഹൃത്തിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം സൺഡേ ഉണ്ട് ഫ്രീ ആവും. അങ്ങനെ നമുക്ക് വന്ന് നോക്കിയിട്ടേ അത് പെർമനൻ്റ് ആയിട്ട് അവിടെ തന്നെ ഒരു പിന്നെ സ്ക്വയർ ട്യൂബ് അടിച്ചിട്ട് അതിനകത്ത് ഇത് വലിച്ച് കെട്ടാന്നുള്ള രീതിയാണ് നോക്കുന്നത് ആ പാരപ്പറ്റിനകത്ത്. ഇവിടെ അതുപോലെ തന്നെ ഒരു സ്ക്വയർ ട്യൂബ് അടിച്ചിട്ട് അതിനകത്തോട്ട് നല്ല ടൈറ്റ് ചെയ്ത് കെട്ടാന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റേ അഴിക്കേണ്ടി വരുമെന്ന് തോന്നി. ഇങ്ങനൊരു സ്റ്റേ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ. ഇതിപ്പം നമ്മൾ CP22-ൻ്റെ. അപ്പോൾ ഈ ഒരു സ്റ്റേ അഴിച്ച് കളയേണ്ടി വരുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് കിടക്കുന്നത് ഇതിൻ്റെ മുകളിൽ കൂടെയാണ് ഈ കേബിൾ പോയത്. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും നോയ്സോ കാര്യങ്ങളോ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനെപ്പറ്റിയും അറിയത്തില്ല. SWR നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഇതൊക്കെയാണ് ഈ ആൻറ്റിനയുടെ വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പം ഓവറോൾ നമുക്ക് HF സെറ്റുമായി ആൻറ്റിന ഞാൻ തന്നെ സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് അത് അത്യാവശ്യം റിസപ്ഷൻ കിട്ടുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണം. അപ്പം അത് പതുക്കെ കൊണ്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ ഗൈസ്.